കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടുത്ത പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കഴിഞ്ഞ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയിൽ നിന്ന് ഇതുവരെ മോചനം നേടിയിട്ടില്ല. അവർ പ്രതീക്ഷിച്ചതിനപ്പുറമായിട്ടുള്ള ഒരു പരാജയമാണ് അവർക്ക് അവിടെ ഉണ്ടായത്. 3ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു. എന്നാൽ അതിൻ്റെ ആഘാതത്തിൽ നിന്ന് പിടിച്ചു നിന്നത് അവരുടെ ചേലക്കരയിലെ വിജയമാണ്. കാരണം ചേലക്കര അവരുടെ കയ്യിലുള്ള സീറ്റാണ്. അവർക്ക് അവിടെ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞു. എങ്കിലും അവരുടെ വോട്ടിന്റെ എണ്ണത്തിലൊക്കെ ഭൂരിപക്ഷത്തിന്റെ എണ്ണത്തിലൊക്കെ കുറവുണ്ടായതിൽ അവരെ ആഭ്യന്തരമായി അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകെക്കൂടെ ഇടതുപക്ഷ വയനാട്ടിലെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. അവർക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്ന ഒരു മണ്ഡലമല്ല. 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഇപ്പോഴും CPIയുടെ സ്ഥാനാർത്ഥി. വളരെ കുറച്ച് വോട്ടുകൾ മാത്രമേ അവർക്കും BJPക്കും നേടാനായി അവിടെയും സാധിച്ചുള്ളൂ. ചരിത്ര വിജയമാണ് അവിടെ UDF സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ഗാന്ധി നേടിയെടുത്തത്. എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അകത്ത് തന്നെ ചില ഘടകകക്ഷികൾ ചില ചക്രവ്യൂഹത്തിലും ഏടാകൂടത്തിലും പെട്ട് കിടക്കുകയാണ്. ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് PC ചാക്കോ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ NCPയുടെ ഘടകമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാരാഷ്ട്രയിലെ അടുത്ത സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCPക്ക് കടുത്ത പരാജയമാണ് നേരിടേണ്ടി വന്നത്. അവിടെ ശരത് പവാറിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന NCPയെ പിളർത്തി അദ്ദേഹത്തിന്റെ തന്നെ കുടുംബം അംഗമായ ബന്ധുവായ ശ്രീ അജിത് പവാർ മറ്റൊരു NCP ഉണ്ടാക്കി. ആ NCP BJPയുമായി ചേർന്നിപ്പോൾ മഹാരാഷ്ട്ര ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന പുതിയ തെരഞ്ഞെടുപ്പിലും അവരുടെ കക്ഷിയാണ് വിജയം നേടിയത്. അദ്ദേഹം ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ അജിത് പവാർ നേതൃത്വം കൊടുക്കുന്ന NCP യഥാർത്ഥ NCP ആയി തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവർക്ക് ക്ലോക്ക് എന്ന് പറയുന്ന അവരുടെ ചിഹ്നം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊടിയും അവരുടെ പക്കലായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ശരത് പവാർ നേതൃത്വം കൊടുക്കുന്ന NCP മഹാരാഷ്ട്രയിൽ അപ്രത്യക്ഷമാകാൻ പോകുന്നു എന്ന വാർത്തയാണ് വരുന്നത്. മാത്രവുമല്ല, അതിനോട് ചേർത്ത് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് ശരത് പവാർ മുൻകാലത്തെ കോൺഗ്രസിന്റെ മുൻനിരയിൽ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള വളരെ ഉന്നതനായ ഒരു നേതാവായിരുന്നു ശരത് പവാർ. ഇപ്പോൾ കേൾക്കുന്നത് ശരത് പവാറിന്റെ നേതൃത്വത്തിലെ NCP പിരിച്ചുവിട്ട് കോൺഗ്രസിൽ ലയിക്കുകയാണെന്നും അവരുടെ മകളായ സുപ്രിയ ഷൂളെ ഇപ്പോൾ പാർലമെന്റിലെ അംഗമാണ്, അവരെ മഹാരാഷ്ട്ര PCCയുടെ അധ്യക്ഷയാക്കാൻ പോകുന്നു ഒക്കെ എന്നുള്ള വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ NCP എന്ന് പറയുന്നത് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP ആയി മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണ് കേരളത്തിലെ NCP വൈതരണിയിലാകുന്നത്. ഇപ്പോഴും PC ചാക്കോ പ്രസിഡന്റ് ആയിരിക്കുന്ന NCP ശരത് പവാറിനോടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. അവരുടെ ചിഹ്നവും അവരുടെ കൊടിയും ഒക്കെ ഉപയോഗിച്ചാണ് അവർ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. 2 MLAമാരുണ്ട്. അതിൽ ഒന്ന് വനം മന്ത്രി ശ്രീ AK ശശീന്ദ്രനാണ്. 2ാമത്തെ MLA കുട്ടനാട്ടുകാരനായ ശ്രീ തോമസ് K തോമസ് ആണ്. നാം ഈ അടുത്ത കാലത്ത് അതിനകത്ത് നടന്ന വലിയ ആഭ്യന്തര കോലാഹലം കണ്ടതാണ്. കാരണം തോമസ് K തോമസിന് ഒരു ദിവസമെങ്കിലും മന്ത്രി കസേരയിൽ ഇരിക്കണം. അതുകൊണ്ട് അദ്ദേഹം AK ശശീന്ദ്രനെ ഏത് വിധത്തിലും മാറ്റി ഇദ്ദേഹത്തിനെ മന്ത്രിയാക്കണമെന്ന് അതിനകത്ത് തന്നെ കുറെ നാളായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് പരിഹരിക്കാൻ PC ചാക്കോ വിചാരിച്ചിട്ടും സാധിക്കാതെ ഒടുവിൽ ശരത് പവാറിനെ അഭയം തേടി. ശരത് പവാറും അത് പരിഗണിക്കണമെന്നൊക്കെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞിങ്ങ് വിട്ടു. പക്ഷെ ഇവിടെ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഒരു മന്ത്രിസഭയിലെ അംഗങ്ങളെ നിശ്ചയിക്കുവാൻ അവസാനത്തെ വാക്ക് മന്ത്രിസഭയുടെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കാണ്. ഇവിടെ പിണറായി വിജയന് AK ശശീന്ദ്രനെ മന്ത്രിസഭയിൽ ഒഴിവാക്കുന്ന കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ല. അതിനേക്കാൾ താല്പര്യക്കുറവാണ് ശ്രീ തോമസ് K തോമസിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത്. അതോടുകൂടി കടുത്ത പ്രതിസന്ധി അവരുടെ പാർട്ടിക്ക് അകത്ത് തന്നെ നുരഞ്ഞു പൊങ്ങുമ്പോഴാണ് ഈ ഒരു പുതിയ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു സഖ്യകക്ഷിയായ NCPക്ക് വല്ലാത്ത ഒരു വൈതരണിയിലാണ്. അവർക്ക് ശരത് പവാറിന്റെ വിധേയത്വത്തിൽ നിൽക്കാൻ ഒക്കില്ല. അങ്ങനെ ആകുമ്പോൾ അവർ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകണം. ഏതെങ്കിലും കാരണവശാൽ ശരത് പവാറിന്റെ NCP മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൽ ലയിച്ചാൽ ഇവിടുത്തെ അവരുടെ പ്രാദേശിക സംസ്ഥാന യൂണിറ്റായ NCPക്ക് ഒരു നിലപാട് എടുക്കേണ്ടി വരും. ഇവിടെ കോൺഗ്രസിൽ ലയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവർ സ്വാഭാവികമായി LDF മുന്നണി വിട്ടതായി കരുതേണ്ടതായി വരും.
അവർക്ക് UDF സ്ഥാനം ലഭിക്കേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെ അതിസങ്കീർണങ്ങളായ ഒരു പ്രശ്നത്തിൽ കിടന്ന് നട്ടം തിരികെയാണ് കേരളത്തിലെ NCP എന്നതാണ് ഇന്നത്തെ സാഹചര്യം. അതിനേക്കാൾ ഒട്ടും മോശമല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് ജനതാദൾ എസ് പെട്ടിരിക്കുന്നത്. അത് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. ജനതാദൾ എസിനും ഇതുപോലെയുള്ള ഒരു പ്രതിസന്ധിയാണ്. കാരണം അവർ യഥാർത്ഥത്തിൽ ദേശീയ ജനതാദളായ ദേവഗൌഡ നേതൃത്വം കൊടുക്കുന്ന കക്ഷിയിലെ പ്രാദേശിക യൂണിറ്റാണ്, കേരള സംസ്ഥാന യൂണിറ്റാണ്. അതിന്റെ പ്രതിനിധികളായിട്ടാണ് ശ്രീ മാത്യു ടി തോമസും വിദ്യുച്ഛക്തി മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തുടരുന്നത്. എന്നാൽ കേരളം വിട്ടുകഴിഞ്ഞാൽ ജനതാദൾ എസ് ദേവഗൌഡയുടെ ജനതാദൾ എസ് BJPയുമായി സഖ്യത്തിലാണ്. മാത്രവുമല്ല, ഈ ദേവഗൌഡയുടെ മകനായ മുൻ കർണാടക മുഖ്യമന്ത്രി കുമാരസ്വാമി കേന്ദ്ര മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയുമാണ്. അങ്ങനെ BJPയുമായി കേരളത്തിന് പുറത്ത് സഖ്യമുള്ള ഒരു കക്ഷിയുമായി കേരളത്തിൽ അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ BJP സഖ്യകക്ഷിയുടെ ഭാഗമായി സംസ്ഥാന യൂണിറ്റിനെ ഉൾക്കൊണ്ടുപോകാൻ മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. അവിടെയും LDF വലിയൊരു പ്രതിസന്ധിയിലാണ്. ഈ 2 MLAമാർ മാത്യു ടി തോമസും കെ കൃഷ്ണൻകുട്ടിയും ഈ പറയുന്ന കേന്ദ്ര നേതൃത്വം തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുറത്തു പോകേണ്ടതായിട്ട് വരും. അവരുടെ MLA സ്ഥാനം നഷ്ടപ്പെടും, മന്ത്രിസ്ഥാനം അതോടൊപ്പം പോകും. അങ്ങനെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ അവർ നിൽക്കുകയാണ്. അതിനകം തന്നെ അതിനകത്തുള്ള നേതാക്കന്മാർ തന്നെ പറഞ്ഞു, നമ്മുടെ നിലപാട് വ്യക്തമാക്കണം. കാരണം ഇവിടെ നിന്ന് ധാരാളം ആളുകൾ മറ്റു പാർട്ടിയിലേക്ക് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനതാദൾ എസിന്റെ നിലപാട് വ്യക്തമാക്കണമെന്ന് അതിനകത്തുള്ള സീനിയർ നേതാക്കന്മാർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിലിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന നാടൻ സ്ഥിതിയിലാണ് ഇപ്പോൾ ജനതാദൾ എസ് പെട്ടിരിക്കുന്നത്. അവരുടെ ഉള്ള MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും എങ്ങനെയെങ്കിലും 1.5 വർഷം കൂടെ പിടിച്ചു നിർത്താനാണ് മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും ആഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർക്ക് അവരുടെ ബഹുമാനവും അഭിമാനവും ഒക്കെ നഷ്ടപ്പെട്ട് അവരുടെ യഥാർത്ഥത്തിലുള്ള മാതൃകക്ഷിയായ ജനതാദൾ എസ് BJPയോടൊപ്പം ചേർന്നിരിക്കുമ്പോൾ കേരളത്തിൽ BJPയെ ശക്തിയായി എതിർക്കുന്ന LDFന്റെ ഭാഗമായി നിൽക്കാൻ എങ്ങനെ സാധിക്കുന്നു? 2 വള്ളത്തിൽ കാലി ചവിട്ടിക്കൊണ്ട് എത്ര കാലം അവർക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ആ കക്ഷിയെ സംബന്ധിച്ച് നേരിടുന്ന കടുത്ത പ്രതിസന്ധി. മറ്റൊരു ഘടകകക്ഷിയാണ് നമ്മുടെ ഒറ്റയാൾ പട്ടാളമായി നിൽക്കുന്ന ശ്രീ ആന്റണി രാജുവിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസ്. ഇപ്പോൾ ശ്രീ ആന്റണി രാജു ചെന്നുപെട്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇപ്പോൾ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ്. മുൻ മന്ത്രിയായിരുന്നു, ഇപ്പോൾ MLA ആണ്. അദ്ദേഹം ഒരു തൊണ്ടി മുതൽ കോടതിയിൽ നിന്ന് ചട്ടവിരുദ്ധമായി എടുത്തുകൊണ്ട് പോയി അത് വെട്ടിച്ചുരുക്കി പ്രതിയെ ശിക്ഷിച്ച കഥയൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നു. അത് വീണ്ടും കേസിന്റെ പരിഗണന തുടങ്ങാൻ പോവുകയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് MLA സ്ഥാനത്ത് പോലും ഇരിക്കാനുള്ള ധാർമ്മികത ഇല്ല എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. അദ്ദേഹം മാത്രമാണ് അദ്ദേഹത്തിന്റെ കക്ഷിയുടെ നേതാവും MLAയും മന്ത്രിയും ഒക്കെ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കക്ഷിയുടെ ഭാവിയും വളരെ 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 ഇരുണ്ടു നിറഞ്ഞതാണ്. ഒറ്റയാൾ കക്ഷിയാണ്. അപ്പോൾ അതും ഒരു ഘടകകക്ഷി എന്നുള്ള ഒരു സൗകര്യം ഉപയോഗിച്ചാണ് അരമന്ത്രിയായി അദ്ദേഹം ഇരുന്നത്. 2.5 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാറി. മറുഭാഗത്തുള്ള വേറൊരു ഒറ്റയാൾ കക്ഷിയായ കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധിയായ ശ്രീ ഗണേഷ് കുമാറിന് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. അതുപോലെ വേറൊരു ഒറ്റയാൾ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ഒറ്റയാൾ കക്ഷിയാണ് ഈ രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ പഴയ കോൺഗ്രസ് എസ്. ഇതെല്ലാം ആകെ കൂടെ ചില ആളുകൾ, ഒറ്റപ്പെട്ട ആളുകൾ മാത്രം നയിക്കുന്ന പാർട്ടിയായി എല്ലാം രൂപാന്തരപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഖ്യകക്ഷികളുടെ ഒക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇപ്പോൾ കക്ഷികളെന്ന് സാങ്കേതികമായി പറയാൻ കഴിയുന്നത് 3 കക്ഷികളെ ഉള്ളൂ. 1 CPM, 2 CPI, 3 കേരള കോൺഗ്രസ് മാണി വിഭാഗം. ഈ 3 കക്ഷികളെ ഉള്ളൂ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നിറവും രാഷ്ട്രീയ പ്രവർത്തനവുമുള്ള കക്ഷികൾ. ഈ 3 കക്ഷികളെ കൊണ്ട് വേണം ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകാൻ. എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി 1.25 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഇരിക്കുന്ന മന്ത്രിമാർക്ക് വലിയ കേടൊന്നും വരാതെ തട്ടിക്കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പിണറായി വിജയനും ശ്രമിക്കുന്നത്. എവിടെയെങ്കിലും ഒന്ന് സ്പർശിച്ചു പോയാൽ ആകെ കുഴപ്പത്തിലാകുന്ന സാഹചര്യമാണ്. അങ്ങനെ അതിസങ്കീർണവും ഗുരുതരവുമായിട്ടുള്ള ചില ആഭ്യന്തര പ്രതിസന്ധികളെ നേരിടുന്ന ഒരു മുന്നണിയാണ് ഇപ്പോൾ കേരളത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് തന്നെ CPM-ൽ തന്നെ പ്രശ്നങ്ങളുണ്ട്, CPI-ക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, മാണി ഗ്രൂപ്പിനകത്തും ആകെ കൂടെ ഒരു വൈതരണിയുണ്ട്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന ഈ സർക്കാരിനെതിരായി ഉണ്ടായ ഭരണവിരുദ്ധ വികാരം
അവരെയും ഭാവി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ബാധിക്കുമോ എന്ന് ഭയക്കുന്നുണ്ട് ശ്രീ ജോസ് കെ മാണിയും കൂട്ടരും. എന്തായാലും ആകെ കൂടെ ഒരു കുഴഞ്ഞു മറിഞ്ഞ ഒരവസ്ഥയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ഒടുവിലത്തെ രാഷ്ട്രീയ ചരിത്രം.